ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ നമ്പേഴ്സിനെ കുറിച്ചാണ്. പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് പല ടൈപ്പിലുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂമറിക് വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയുന്ന ഇൻറ്റീജർ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലോട്ട് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സും പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൈതൺ ഡാറ്റ ടൈപ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു. അതിനകത്തും ഈ നമ്പേഴ്സൊക്കെ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതാണ്, ഏതൊക്കെ ടൈപ്പ് ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത് എന്നൊക്കെ. അപ്പോൾ അതിനകത്തുള്ള ഒരു ടൈപ്പാണ് ഈ പറയപ്പെടുന്ന നമ്പേഴ്സ്. അപ്പോൾ നമ്പേഴ്സ് എത്ര ടൈപ്പുകളുണ്ട് എന്നൊക്കെ നമുക്കിവിടെ നോക്കാം വിത്ത് എക്സാമ്പിൾ. പിന്നെ നമ്മൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഡാറ്റ ടൈപ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ മറ്റൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, പൈതണിനകത്ത് നമുക്ക് ഡാറ്റ ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആസ് എ യൂസർ നമുക്ക് ജസ്റ്റ് വാല്യൂ മാത്രം വേരിയബിളിന് കൊടുത്താൽ മതി. പൈതൺ അത് ഇംപ്ലിസിറ്റ്ലി ബൈൻഡ് ചെയ്ത് കൊടുത്തോളും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട് എന്തൊക്കെയാണ് ഈ ന്യൂമറിക് വാല്യൂസ്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ. ന്യൂമറിക് വാല്യൂസ് നമ്പേഴ്സ് ആയിട്ടാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒന്ന് നമുക്ക് വോൾ നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഇൻറ്റീജറിന് നമ്മൾ പൊതുവെ അങ്ങനെയാണ് പറയാനുള്ളത്. അതായത് മൈനസ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ് ഈ വോൾ നമ്പർ എന്ന് പറയാം. അതാണ് ഒരു ടൈപ്പ്. പിന്നെ വരുന്നത് ഫ്ലോട്ട് നമ്പേഴ്സാണ്. അതായത് ഇപ്പോൾ 10.2, 15.9 എന്നൊക്കെ പറഞ്ഞ് പോയിൻ്റ് ഡെസിമൽ വാല്യൂസൊക്കെ വരുന്ന ടൈപ്പാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അതായത് ഇപ്പോൾ 1+3j, x+5y എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ രണ്ട് വാല്യൂസ് കൊടുക്കുന്ന രീതിയിൽ വിത്ത് വേരിയബിൾ എന്നൊക്കെ രീതി കൊടുക്കുന്ന ടൈപ്പ് നമ്പേഴ്സ് നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നതാണ് അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പാണ് ഈ മൂന്നാമത്തെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ മൂന്ന് രീതിയിൽ നമ്മൾ പൈതണിനകത്ത് നമ്പർ ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്നില്ല, പൈതൺ അത് എന്ത് ചെയ്യുന്നുണ്ട്, ബൈൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ മൂന്ന് ടൈപ്പിലുള്ളതും പൈതണിന് ബൈൻഡ് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ കൊടുത്ത വേരിയബിളിൻ്റെ വാല്യൂ വെച്ചിട്ട് ഏത് ടൈപ്പാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അത് പൈതൺ ഓഫർ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഈ പൈതണിൻ്റെ ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. പിന്നെ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഈ പെർട്ടിക്കുലർ ടൈപ്പ് ഐറ്റം ഏത് സ്പെസിഫിക് ക്ലാസ്സിലാണെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇവിടെ നമ്മൾ ഒരു നമ്പർ ഒരു വേരിയബിൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്പർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ നമ്പർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. നമുക്കിവിടെ നോക്കാം എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അപ്പോൾ ഓരോ ടൈപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് a=5 എന്നോടൊരു എക്സാമ്പിൾ നമുക്ക് കാണാം. a=5 എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അത് ഏത് ഡാറ്റ ടൈപ്പ് വെച്ചാൽ നമ്മളുടെ പൈതൺ അതിനെ ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയണം, അല്ലെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം ഏത് ടൈപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രിൻ്റ് താഴെ കൊടുത്തിട്ടുള്ളത്. പ്രിൻറ്റ് ദ ടൈപ്പ് ഓഫ് എ ഈസ് ടൈപ്പ് ഓഫ് എ. അങ്ങനെ നമുക്ക് എ എന്ന് പറയുന്ന വേരിയബിൾ ഏത് ടൈപ്പാണെന്ന് അനലൈസ് ചെയ്യാൻ കഴിയും. പിന്നെ b=40.5 ഇത് നമുക്ക് കണ്ട ഒരു ഫ്ലോട്ട് നമ്പറാണ്. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മളുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെയാണ് ഇതിനെ ബൈൻഡ് ചെയ്തതെന്ന് കാണാൻ വേണ്ടിയിട്ട് പ്രിൻറ്റ് ടൈപ്പ് ഓഫ് ബി, ടൈപ്പ് ബി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ c=1+3j ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോംപ്ലക്സ് നമ്പർ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിൻറ്റ് ദ ടൈപ്പ് ഓഫ് സി, ടൈപ്പ് സി എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ജസ്റ്റ് നമുക്ക് ഈ സി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണോ എന്ന് നമുക്ക് ഇൻസ്റ്റൻസ് എന്നൊരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. 1+3j കോംപ്ലക്സ് എന്നുള്ളത് നമുക്ക് ഇൻസ്റ്റൻസ് എന്ന ഫംഗ്ഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ 4 ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് എ എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് ടൈപ്പാണ്, പിന്നെ ബി എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് ടൈപ്പാണ്, പിന്നെ സി എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് ടൈപ്പാണ്, പിന്നെ ഈ സി ഒരു കോംപ്ലക്സ് നമ്പറാണോ എന്നുള്ളതും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ദ ടൈപ്പ് ഓഫ് എ ക്ലാസ് ഇൻറ്റ് എന്നാണ്. അതായത് നമ്മൾ എ എന്ന് പറഞ്ഞു കൊടുത്തത് ഒരു ഇൻറ്റീജർ ടൈപ്പാണ്. പിന്നെ ടൈപ്പ് ഓഫ് ബി എന്നുള്ളത് ക്ലാസ് ഫ്ലോട്ടാണ്, അത് ഫ്ലോട്ട് ടൈപ്പാണ്. പിന്നെ ടൈപ്പ് ഓഫ് സി ക്ലാസ് കോംപ്ലക്സ് ആണ്. ടൈപ്പ് സി എന്താണ്, കോംപ്ലക്സ് നമ്പറുമാണ്.
പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇൻസ്റ്റൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്തില്ലേ. സി ഈസ് കോംപ്ലക്സ് നമ്പർ ഈസ് ട്രൂ, അത് ട്രൂ ആണ്. അപ്പോൾ സി ഒരു കോംപ്ലക്സ് നമ്പർ ആണ് എന്നും പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ 3 ടൈപ്പിലുള്ള ന്യൂമറിക്കൽ ഡാറ്റിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു 3 ടൈപ്പിലുണ്ട് നമ്മളുടെ പൈതണിനകത്ത് നമ്പേഴ്സ്. ഒന്ന് ഇൻ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് മീൻ ചെയ്യുന്നത് ഹോൾ നമ്പറാണ്. നെഗറ്റീവ് നമ്പേഴ്സും ഓക്കെ, പോസിറ്റീവ് നമ്പേഴ്സും ഓക്കെ, 0 ഓക്കെ, എനി ലെങ്ത്തിലുള്ള എല്ലാ നമ്പേഴ്സും എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് 10 കൊടുത്തിട്ടുണ്ട്, 2 കൊടുത്തിട്ടുണ്ട്, 29 കൊടുത്തിട്ടുണ്ട്, -20, -150 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻറ്റീജർ ഏത് ടൈപ്പും ആവാം പൈതണിൽ എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കതിനെ പൈതണിനകത്ത് ബൈൻഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. പിന്നെ വരുന്നത് നമ്മുടെ ഫ്ലോട്ട് നമ്പേഴ്സാണ്. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഡ്രിഫ്റ്റിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ ഡെസിമൽ വാല്യൂസ് 1.9, 9.902, 15.2, 10.9 എക്സെട്ര. ഇതൊരു 15 ഡെസിമൽ പ്ലേസസ് വരെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് പൈതണിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് നമ്മളുടെ കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സിനെ നമുക്ക് ഇൻട്രിക്കേറ്റ് നമ്പർ എന്ന് പറയാം. അതിനകത്ത് പെയർ ആയിട്ടായിരിക്കും വാല്യൂസൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുക. എക്സ് പ്ലസ് ഐ വൈ, ഇവിടെ എക്സും വൈയും ഏതെങ്കിലും നോൺ എക്സിസ്റ്റൻറ്റ് പാർട്സ് ആയിരിക്കും സെപ്പറേറ്റ്ലി. അപ്പോൾ ഇവിടെ കണ്ടോ 2.0 പ്ലസ് 2.3j, പിന്നെ 2.14j, പിന്നെ 1 പ്ലസ് 3j എന്നൊക്കെ പറഞ്ഞ് 2 രീതിയിൽ നമുക്ക് നമ്പേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ മാത്സിലൊക്കെ ചെയ്യുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് നമ്പേഴ്സ് തന്നെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതും പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയാണ് പൈതണിൻ്റെ നമ്പേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പൈതണിൻ്റെ നമ്പേഴ്സിൽ ഡിസ്കസ് ചെയ്തത്? ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു പൈതണിനകത്ത് നമ്മൾ ഇന്ന ഡാറ്റ ടൈപ്പ് എന്നൊന്നും നമുക്ക് പെർട്ടിക്കുലറായി ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ അത് വെച്ച് പൈതണാണ് അത് ബൈൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് നമുക്ക് നമ്പേഴ്സ് കൊടുത്താൽ മതി. ഇപ്പോൾ 1എന്നോ 2എന്നോ 10.9എന്നോ അല്ലെങ്കിൽ 1 പ്ലസ് 3j എന്നോ ഏത് ടൈപ്പ് വെച്ചാൽ ജസ്റ്റ് വാല്യൂ കൊടുത്താൽ മതി. നമ്മളുടെ പൈതൺ അത് ബൈൻഡ് ചെയ്തോളും. പക്ഷെ നമ്മളുടെ യൂസർ നമ്മളുടെ പ്രശ്നം വന്നെന്താണ്, ഇപ്പോൾ നമ്മൾ ബേസിക് ഡിസ്കസ് ചെയ്യായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെയൊക്കെ ടൈപ്പ് ഫംഗ്ഷനും കൂടെ സെറ്റ് ചെയ്തു. അത് പൈതൺ ഓഫർ ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് ടൈപ്പ് എന്നുള്ളത്. നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും എന്നെ ടൈപ്പാണ് എന്നുള്ളത്. അങ്ങനെ നമ്മളിവിടെ ഒരു എക്സാമ്പിളിൽ ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓരോന്നും ഏത് ടൈപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ എക്സാമ്പിളിൽ നമ്മൾ കണ്ടതാണ്. ഏതൊക്കെയായിരുന്നു ടൈപ്പ് ഉണ്ടായിരുന്നത്? A = 5, B = 40.5, C = 1 പ്ലസ് 3j എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് ഓരോന്നും ഏത് ടൈപ്പാണെന്ന് അനലൈസ് ചെയ്തു. പിന്നെ ഒരു ഇൻസ്റ്റൻസ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കോംപ്ലക്സ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടും കിട്ടി. ഫസ്റ്റ് ടൈപ്പ് ഏതാണ്? ഇൻ്റാണ്. പിന്നത്തെ ടൈപ്പ് ഫ്ലോട്ടാണ്. പിന്നത്തെ കോംപ്ലക്സ് ആണ്. പിന്നത്തെ ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്നൊക്കെ വെരിഫൈ ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് പൈതണിനകത്ത് ന്യൂമറിക്കൽ ഡാറ്റ 3 ടൈപ്പിലുണ്ട്. ഒന്ന് ഇൻ്റാണ്. ഇൻ്റാണ് ഹോൾ നമ്പർ, നെഗറ്റീവ്, പോസിറ്റീവ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫ്ലോട്ടാണ്, നമ്മുടെ ഡെസിമൽ നമ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. 15 ഡെസിമൽ പ്ലേസസ് വരെ പോസിബിൾ ആണ്. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ്, അതായത് 1 പ്ലസ് 3j എന്നൊക്കെ പറഞ്ഞ് മാത്സിലൊക്കെ യൂസ് ചെയ്യുന്ന കോംപ്ലക്സ് നമ്പേഴ്സും ഇതിനകത്ത് പോസിബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പൈതണിൻ്റെ നമ്പേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.